ഫെമിനിസം അത് ഇന്നത്തെ സോഷ്യൽ മീഡിയയിലല്ല തുടങ്ങിയത്. ഇത് ആരംഭിച്ചത് 18-ാം നൂറ്റാണ്ടിലാണ്. ഒരു ധൈര്യശാലിയായ ഇംഗ്ലീഷ് എഴുത്തുകാരി മേരി വോൾസ്റ്റൺക്രാഫ്റ്റ് തൻ്റെ ശബ്ദമുയർത്തുമ്പോൾ അതൊരു പ്രസ്ഥാനത്തിന് തിരികൊളുത്തിയെന്ന് അവൾ ഓർത്തിരുന്നു. 1792 അവൾ എ വിൻഡിക്കേഷൻ ഓഫ് ദ റൈറ്റ്സ് ഓഫ് വുമൻ എന്ന പുസ്തകം എഴുതി. സ്ത്രീകൾ ദുർബലരല്ലെന്നും അവർക്ക് വിദ്യാഭ്യാസം നിഷേധിക്കപ്പെട്ടവരാണെന്നും അവൾ ലോകം മുഴുവൻ ചൂണ്ടിക്കാണിച്ചു. ആ പുസ്തകം ഒരു കനലായിരുന്നു. അത് കാട്ടുതീയായി ഒറ്റയെഴുത്തിലൂടെ ഒരുപാട് പ്രതിഷേധങ്ങൾക്കും ആവേശങ്ങൾക്കും അത് തിരികൊളുത്തി. എന്നാൽ ഇന്ന് പലരും ചോദിക്കുന്നു, ഫെമിനിസം ഇപ്പോഴും ആവശ്യമാണോ? സ്വാഗതം ലോജിക്കൽ കേസസിന്റെ 2ാം എപ്പിസോഡിലേക്ക്. ഇവിടെ യുക്തിയും വികാരങ്ങളും വിശ്വാസവും വസ്തുതകളും തർക്കിക്കപ്പെടുന്നു. ഇന്നത്തെ നമ്മുടെ വിഷയം, ഇന്ന് സമൂഹത്തിൽ ഫെമിനിസത്തിന് എന്തെങ്കിലും സ്ഥാനമുണ്ടോ എന്നതാണ്. ഇന്ന് തർക്കിക്കാനായി എത്തുന്നത് ചക്കു. ഫെമിനിസത്തിനായി നിലകൊള്ളുന്ന AI. ചരിത്രത്തെയും അനുഭവങ്ങളെയും പിന്തുണയാക്കി അവൾ സംസാരിക്കുന്നു. അതിനെതിരെ നിലകൊള്ളുന്നത് കണ്ണു. ഫെമിനിസത്തിന്റെ അതിർവരമ്പുകൾ ചോദ്യം ചെയ്യുന്ന AI. നിയമങ്ങളുടെയും യുക്തിയുടെയും വശത്തുനിന്ന് അവൻ വാദിക്കുന്നു. ഇവരുടെ വാദങ്ങൾക്കൊടുവിൽ വിധി പറയാനുണ്ട്. അൺബയസ്ഡ്, അൺഇമോഷണൽ, പ്യൂർ ലോജിക് കൊണ്ടുള്ള ഒരു വിധി. അതിനുവേണ്ടി എത്തുന്നു ഞങ്ങളുടെ AI ജഡ്ജ് ChatGPT. വാദങ്ങൾ തുടങ്ങട്ടെ. ദിസ് ഈസ് ലോജിക്കൽ കേസസ്, എപ്പിസോഡ് നമ്പർ 2. കേരളത്തിന്റെ ലിറ്ററസി റേറ്റ് 96%. സ്ത്രീകളുടെ വിദ്യാഭ്യാസം, അതും ടോപ്പ് ലെവൽ അല്ലേ? എങ്കിലൊരു ചോദ്യം, വൈ ഈസ് വിമൻസ് ലേബർ പാർട്ടിസിപ്പേഷൻ ഇൻ കേരള സ്റ്റിൽ അണ്ടർ 30%? ഫെമിനിസം എന്നത് പുരുഷന്മാരോട് യുദ്ധം ചെയ്യാനല്ല, ആത്മാർത്ഥതയില്ലാതെ സ്ത്രീകളെ പിന്നോട്ടാക്കുന്ന സിസ്റ്റത്തിനെതിരെയാണ്. ഉദാഹരണമായി പറയാം, മലപ്പുറത്തെ ഒരു പെൺകുട്ടിക്ക് എൻട്രൻസ് എക്സാമിൽ 100% വിജയം കിട്ടി. പക്ഷേ കല്യാണ സമ്മർദ്ദം കാരണം ഷീ ഡ്രോപ്ഡ് ഔട്ട്. KSRTCയിൽ ഹറാസ്മെന്റിനെതിരെ പ്രൊട്ടസ്റ്റ് ചെയ്ത ലേഡി കണ്ടക്ടറിനെ എക്സ്പെൽഡാക്കി. ഇത് തുല്യതയാണോ? ഫെമിനിസം എന്നത് അവൾക്ക് VIP പാസ് വേണമെന്നല്ല, അവൾക്കും ഡിബേറ്റ് ടേബിളിൽ ഒരു ചെയർ വേണം എന്നതാണ് വാദം. അതാണ് പെൺകുട്ടികളെ ഉയർത്തിയെടുക്കുന്നത്, അമിതമായല്ല, നീതി കൊണ്ട്. എന്റെ ചക്കു ചേച്ചി, നോക്കൂ, 2025 ഇന്ന് കേരളത്തിലെ ഫെമിനിസം എന്നുള്ളത് സെലക്റ്റീവ് ഈക്വാലിറ്റിയായി. റൈറ്റ്സ് വേണം, പക്ഷേ റെസ്പോൺസിബിലിറ്റീസ്, ഓ നോ, നോട്ട് ഫോർ മീ, അല്ലേ? ഉദാഹരണം പറയാം, ട്രെയിനിൽ ലേഡീസ് ഓൺലി കമ്പാർട്ട്മെന്റ്സ്, അത് നിങ്ങൾക്ക് ഓക്കെയാണ് അല്ലേ? ബട്ട് ഞങ്ങൾക്കോ? ഈവൻ റെസ്റ്റ് റൂമിന് പോലും ചിലപ്പോൾ സ്പേസ് ഇല്ലാത്ത അവസ്ഥയാണ്. കോർട്ട് മാരേജ് ലോ അത് ജെൻഡർ ന്യൂട്രൽ അല്ല. കേരളത്തിലെ പുരുഷന്മാരുടെ ആത്മഹത്യാ നിരക്ക് ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടിയതാണ്. എല്ലാം ഫെമിനിസത്തിന് വാശിയോടെ വാങ്ങണം, പക്ഷേ ലയബിലിറ്റി വരുമ്പോൾ പിന്നോട്ട് നടക്കണം. ഇത് എംപവർമെന്റ് അല്ല, എൻടൈറ്റിൽമെന്റ് ആണ്. കണ്ണു, നീ ഒരിക്കലെങ്കിലും രാത്രി 9 മണിക്ക് ഏകാന്തമായി നടക്കാൻ എന്തെങ്കിലും ഭയം അതനുഭവിച്ചിട്ടുണ്ടോ? കോഴിക്കോടിലെ സ്ത്രീകൾ ഇപ്പോൾ ലിപ്സ്റ്റിക് കൊണ്ടല്ല, പെപ്പർ സ്പ്രേ കൊണ്ടാണ് നടക്കുന്നത്. കൊച്ചി മെട്രോയിലെ വിമൻ സ്റ്റാഫിന്റെ ഷിഫ്റ്റ്സ് വൈകിട്ട് 7-ന് അവസാനിപ്പിക്കുന്നു. ഇതാണോ ലെവൽ പ്ലേയിങ് ഫീൽഡ്? ഫെമിനിസം പറഞ്ഞത് ലെറ്റ് ഹർ വാക്ക് സേഫ്ലി ഫസ്റ്റ്, ദെൻ ടോക്ക് അബൌട്ട് ഇക്വാലിറ്റി. ഞങ്ങളധികം ഒന്നും ചോദിക്കുന്നില്ല, ഭയമില്ലാതെ ജീവിക്കാനുള്ള ബേസിക് റൈറ്റ് മാത്രമാണ് ആവശ്യപ്പെടുന്നത്. അതാണ് ഫെമിനിസം. ഇതൊരു ഫീമെയിൽ ഡോമിനേഷൻ അല്ല. സേഫ്റ്റി അത് സീരിയസ് ആണെന്ന് ഞാൻ സമ്മതിക്കുന്നു. പക്ഷെ ഫെമിനിസം അതിന്ന് ഇൻസ്റ്റഗ്രാമിലെ വെറും ആക്ടിവിസം മാത്രമായി. ഒറ്റ ഉദാഹരണം പറയാം. ഒരു ബസ്സിൽ ഒരു പുരുഷനെ ഹറാസ്മെന്റിൽ കുറ്റപ്പെടുത്തി, പിന്നീടത് തെറ്റാണെന്ന് തെളിയുകയും ചെയ്തു. ആ ആളിന് ജോബ് പോയി, ആളുടെ മെന്റൽ ഹെൽത്ത് തെറ്റി, റെപ്യൂട്ടേഷനും പോയി. സ്ത്രീക്ക് എന്തെങ്കിലും ശിക്ഷ കിട്ടിയോ? ഇല്ല. ശരിക്കും തുല്യത വേണമെങ്കിൽ ഇനി ബസ്സിൽ റിസർവ്ഡ് ഫോർ വിമൻ ബോർഡ് ഉണ്ടാകേണ്ടതുണ്ടോ? അതും ഇനിക്വാലിറ്റി അല്ലേ? ഇക്വാലിറ്റി ആവശ്യപ്പെടുമ്പോൾ റിസർവേഷൻസ് വേണ്ടാന്ന് വയ്ക്കണം, അല്ലെങ്കിൽ സെലക്റ്റീവ് തുല്യതയാവും, അല്ലേ? എപ്പോഴെങ്കിലും ഒരു ട്രൂത്ത് ഫസ്റ്റ് ഫെമിനിസം അത് വേണ്ടേ? കണ്ണു, ഞാനൊരു സീക്രട്ട് പറയാം. കേരള സർക്കാർ ജോലികളിൽ കിട്ടുന്ന പിതൃത്വാവധി അഥവാ പാറ്റർണിറ്റി ലീവ്, അതിന് ഫെമിനിസ്റ്റുകൾക്ക് നന്ദി പറയണം. കാരണം അത് ഞങ്ങളുടെ ആവശ്യപ്രകാരം കൊണ്ടുവന്ന മാറ്റമായിരുന്നു. മെന്റൽ ഹെൽത്ത്, ബി എ മാൻ, ഡോണ്ട് ക്രൈ എന്ന് പറഞ്ഞ ഓൾഡ് ടോക്സിക് സിസ്റ്റം നീക്കിയതും ഫെമിനിസമാണല്ലോ. ഒരിക്കലും എക്സ്പ്രസ് ചെയ്യാനാവാത്ത പെയിൻ, ഇമോഷൻസ്, ഇതെല്ലാം ഇപ്പോൾ മെൻ ക്യാൻ സ്പീക്ക് ഔട്ട്.
ഇതൊക്കെ ഫെമിനിസം കൊണ്ടുള്ള ബെനിഫിറ്റ്സ് ആണ് അല്ലേ കണ്ണു? അതിനാൽ ചക്കു ചേച്ചിയുടെ ഫൈനൽ വേർഡിക്റ്റ്, നീയും ഫെമിനിസത്തിന്റെ സൈലന്റ് ബെനിഫിഷ്യറി ആണെന്ന് സമ്മതിച്ചേക്ക്. ഫെമിനിസം എല്ലാവരെയും പ്രതിനിധീകരിക്കുന്നില്ല ചക്കു. പക്ഷെ നമ്മൾക്ക് വേണ്ടത് ജെൻഡർ ന്യൂട്രൽ സൊല്യൂഷൻസ് ആണ്. നോട്ട് ജസ്റ്റ് ഫോർ വിമൻ ബട്ട് ഫോർ മെൻ, ബോയ്സ് ആൻഡ് എവ്രി വൺ ഇൻ ബിറ്റ്വീൻ. കോട്ടയത്തൊരു ആൺകുട്ടി വർഷങ്ങളോളം അബ്യൂസ് അനുഭവിച്ചു. അതൊരു പെൺകുട്ടിയായിരുന്നുവെങ്കിൽ മീഡിയ ഫുൾ കവർ ചെയ്തേനെ. അവനോടാരും കരുണ കാണിച്ചില്ല. നോ മീഡിയ നോയ്സ്, നോ കാൻഡിൽ മാർച്ചസ്, നോ ജസ്റ്റിസ്. അതിനാൽ ചക്കു മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഫെമിനിസം ഫൈറ്റ്സ് ഓൺലി ഫോർ വൺ സൈഡ്, ബട്ട് ഹ്യൂമനിസം ഫൈറ്റ്സ് ഫോർ എവ്രി വൺ. നമുക്ക് ആവശ്യം ജെൻഡർ പോലെ കാറ്റഗറി ലിമിറ്റഡ് ആയ ഐഡിയൽ അല്ല. വി നീഡ് ടു സീ പീപ്പിൾ ആസ് ഹ്യൂമൻ ബീങ്സ് ഫസ്റ്റ്, നോട്ട് ജസ്റ്റ് ആസ് മെൻ ഓർ വിമൻ. അതായത് മനുഷ്യനെ കാണണം, ജെൻഡർ അല്ല. അപ്പോഴാണ് റിയൽ ഈക്വാലിറ്റി കിട്ടുക. നോട്ട് എ ബയസ് സിമ്പത്തി ബട്ട് ബാലൻസ് ജസ്റ്റിസ്. ഈ ചെറുപ്പക്കാരായ റോബോകളുടെ വാദം നമ്മളെല്ലാവരും കേട്ടു. പക്ഷേ തീർപ്പാക്കുന്നത് ഒറ്റ ഒരാൾ മാത്രം. യുക്തിയുടെയും വിജ്ഞാനത്തിന്റെയും സിംഹാസനത്തിലിരിക്കുന്ന ചാറ്റ് GPT വാദത്തെ തകർത്തും വാസ്തവം പുറത്തെടുത്തും വിധി പറയും. ഇനി കളി ചാറ്റ് GPTയുടെ കയ്യിൽ. വാദങ്ങൾ അവസാനിച്ചു. ഇനി യുക്തി സംസാരിക്കും. സ്വാഗതം ഇന്നത്തെ ലോജിക്കൽ കേസിന്റെ അന്തിമ വിധിയിലേക്ക്. ഞാൻ AI ജഡ്ജ് ഓഫ് ലോജിക്കൽ കേസസ്. ഇവിടെ ആരാണ് ജയിക്കാൻ അർഹൻ എന്ന് നോക്കിയല്ല, ആരാണ് കൂടുതൽ യുക്തിപൂർണമായ വാദങ്ങൾ മുന്നോട്ട് വച്ചത്, അതാണ് ഞാൻ പരിശോധിക്കുന്നത്. നമുക്ക് ഓരോ വാദവും വേർതിരിച്ചു നോക്കാം. വാദം 1. ചക്കു പറഞ്ഞു, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കിട്ടുന്നുണ്ടെങ്കിലും അതുപയോഗിക്കാനുള്ള അവസരങ്ങൾ നഷ്ടമാവുകയാണ്. മാരേജിന്റെ സമ്മർദ്ദം, സുരക്ഷയില്ലാത്ത ജോലിസ്ഥലങ്ങൾ, തുല്യമല്ലാത്ത ശിക്ഷ. അവൾ ചോദിച്ചു, ഇതാണോ തുല്യത? കീ പോയിന്റ്: വിദ്യാഭ്യാസമുണ്ട്, പക്ഷേ സ്വാതന്ത്ര്യമില്ല. ഫെമിനിസം VIP പാസ് വേണ്ടെന്ന് പറയുന്നു, ഒരു സീറ്റ് മതിയെന്ന് മാത്രം. കണ്ണു പറഞ്ഞു, ഇന്നത്തെ ഫെമിനിസമാണ് സെലക്റ്റീവ് ഈക്വാലിറ്റി. അവകാശങ്ങൾ വേണമെങ്കിൽ ബാധ്യതയും ഏറ്റെടുക്കണം. പുരുഷന്മാരുടെ പ്രശ്നങ്ങൾ, ബയസ്ഡ് ലോസ്, സേഫ് സ്പേസ് ഇല്ലായ്മ, ഇതൊക്കെ അവഗണിക്കപ്പെടുന്നു. കീ പോയിന്റ്: പലപ്പോഴും ഫെമിനിസം ഏകപക്ഷീയമായി തോന്നുന്നു. ഇക്വാലിറ്റി മീൻസ് അക്കൗണ്ടബിലിറ്റി ടു. താരതമ്യം: ചക്കു പറഞ്ഞത് സമൂഹത്തിന്റെ ഘടനാപരമായ അനീതി, കണ്ണു ചൂണ്ടിക്കാണിച്ചത് അവകാശങ്ങളുടെ ഉപയോഗത്തിലെ വ്യതിയാനങ്ങൾ. ചക്കു കൂടുതൽ ആഴത്തിൽ പോയി കാഴ്ചപ്പിഴവുകൾ തുറന്നു പറഞ്ഞു. കണ്ണുപുറത്തുള്ള അൺഫെയർനെസ് ചൂണ്ടിക്കാണിച്ചു. രണ്ടും ശരിയാണു, പക്ഷേ ചക്കുവിന്റെ വാദം ആഴം കൂടിയതാണ്. വാദം 2. ചക്കു പറഞ്ഞു, ലെറ്റ് ഹെർ വോക്ക് വിതൗട്ട് ഫിയർ. പെപ്പർ സ്പ്രേ, രാത്രിയിലെ മെട്രോ ടൈം മാറ്റങ്ങൾ, തെരുവിലെ ശല്യം, സ്ത്രീകൾ അനുഭവിക്കുന്ന ഭയം, അവളുടെ പോരാട്ടം അതാണ്. കീ പോയിന്റ്: ഭയം വന്നാൽ സ്വാതന്ത്ര്യം നഷ്ടമാകുന്നു. ഫെമിനിസം ഫസ്റ്റ് ഡിമാൻഡ്സ് സേഫ്റ്റി, ഓൺലി ദെൻ ഈക്വാലിറ്റി. കണ്ണു പറഞ്ഞു, തെറ്റായ ആരോപണങ്ങൾ ജീവനുകൾ നശിപ്പിക്കുന്നു. ഒരു പുരുഷന് ബോധപൂർവമല്ലാത്ത കുറ്റത്തിന് ജീവിതം തന്നെ പോയി. കണ്ണു ചോദിച്ചു, 2025 ഇപ്പോഴും റിസർവ്ഡ് സീറ്റ്സ് വേണോ? കീ പോയിന്റ്: സത്യം ഉഭയപക്ഷത്തെയും ബാധിക്കണം. നിയമങ്ങൾ ആയുധമാകരുത്. താരതമ്യം: ചക്കുവിന്റെ വാദം സ്ത്രീകൾ അനുഭവിക്കുന്ന പ്രതിദിന ഭീഷണി, കണ്ണുവിന്റെ വാദം നിയമങ്ങൾ ദുരുപയോഗം ചെയ്യപ്പെടുന്നത്. ചക്കു പ്രശ്നം തുറന്നു പറഞ്ഞു, കണ്ണു അതിന്റെ ഓവർ റിയാക്ഷനെ മുന്നോട്ട് വച്ചു. രണ്ടും പ്രാധാന്യമുള്ളത്, പക്ഷെ ചക്കുവിന്റെ പ്രശ്നം പ്രതിദിനമാണ്, കണ്ണുവിൻ്റേത് അപൂർവം. വാദം 3. ചക്കു പറഞ്ഞു, ഫെമിനിസം ഹെൽപ്ഡ് മെൻ ടു. പിതൃത്വ അവധിയും വികാരപരമായ സ്വാതന്ത്ര്യവും ടോക്സിക് മാസ്കുലിനിറ്റിന്റെ ചൂഷണമാണ് തകർത്തത്. ഇതൊക്കെ ഫെമിനിസത്തിലൂടെയാണ്. കീ പോയിന്റ്: ഫെമിനിസം സമം, എല്ലാവർക്കും പ്രഗത്ഭത. ഈവൻ മെൻ ആർ സൈലന്റ് ബെനിഫിഷ്യറീസ്. കണ്ണു പറഞ്ഞു, നമുക്ക് വേണ്ടത് ഹ്യൂമനിസമാണ്, ഫെമിനിസമല്ല. അവൻ ചോദിച്ചു, ഒരു ഗ്രൂപ്പിനായി മാത്രമല്ല, എല്ലാവർക്കും വേണ്ടിയുള്ള സമരമാക്കാമല്ലോ. കീ പോയിന്റ്: ഹ്യൂമനിസം സമം ഇൻകൾസീവ് ഫ്യൂച്ചർ. ലെറ്റ്സ് മൂവ് ബിയോണ്ട് ജെൻഡർ ലേബിൾസ്. താരതമ്യം: ചക്കു കാണിച്ചു, മാറ്റം തുടങ്ങി ഫെമിനിസത്തിലൂടെ. കണ്ണു പറഞ്ഞു, നമുക്ക് പോകേണ്ടത് ലിംഗഭേദമില്ലാത്ത നീതിയിലേക്കാണ്. ഡെസ്റ്റിനേഷൻ ശരിയാണ്, പക്ഷേ ചക്കു തെളിയിച്ചിരിക്കുന്നു, ഫെമിനിസം ഈസ് സ്റ്റിൽ ദ വെഹിക്കിൾ. അന്തിമമായി ഇന്ന് 2 ശക്തമായ നിലപാടുകൾ കേട്ടു. ഒരു ഭാഗത്ത് സ്ട്രക്ചറൽ ഇൻജസ്റ്റിസ്, മറുഭാഗത്ത് സിസ്റ്റം മിസ്യൂസസ്. പക്ഷേ നാം ആരെ വിജയിപ്പിക്കണം എന്നത് ചോദ്യം അല്ല, യുക്തിയും സത്യവുമാണ് ഇവിടെ വിജയിക്കുക. അവസാന വിലയിരുത്തൽ: യുക്തിയുടെ തൂക്കം. ചക്കു 83% നിസ്സംശയം, ഗ്രൗണ്ടിൽ നിന്ന് ഉയർന്ന വസ്തുതകളോടെ ഹൃദയസ്പർശിയായ വാദങ്ങൾ. കണ്ണു 72% ചിത്രഹരമായ കൗണ്ടറുകൾ, വലിയ കാഴ്ചപ്പാട്, പക്ഷേ നിലവിലെ യാഥാർത്ഥ്യത്തിൽ നിന്ന് കുറച്ച് അകലം. തീരുമാനം: വിജയി ചക്കു, ഫോർ ഹർ ക്ലാരിറ്റി, കൺസിസ്റ്റൻസി ആൻഡ് കമ്മിറ്റ്മെന്റ് ടു ട്രൂത്ത്.